പൊന്നും പണവും വേണ്ടെന്ന് പറയാനല്ല അവർ വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തെങ്കിലോട്ടെ, നിന്നെ പോലൊരു വലിയ കള്ളി കൂടെ ഉള്ളപ്പം ഞാനെന്തിനാ അതോർത്ത് പേടിക്കുന്നേ? നിന്നെ ഓർത്ത് അഭിമാനിക്കല്ലേ മായ വേണ്ടത്. അതാരുടെ വീടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളുടെ പൂജയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വീട്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയണ്ട സാർ. അതിൽ കൂടുതൽ നിങ്ങൾ അറിയണം. പൂജ അവിടെ ആരും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. എന്റെ ഭാര്യ സഹോദരൻ ആദിത്യൻ കെട്ടാൻ പോകുന്ന പെണ്ണാവള്. അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? ഓ, താനായിരുന്നു കൂട്ടുപ്രതി. അപ്പോ നിങ്ങൾ ഒരുമിച്ചാണോ ആ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാറേ. പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അവിടെ ഉള്ളൂല. പൂജയ്ക്ക് നിങ്ങളെ അറിയുപോലും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതവളെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ സാർ? ആര്? അവിടെയുള്ളവർ. അല്ലെങ്കിൽ സാർ ഈ പറഞ്ഞ ആദിത്യൻ. അവൻ ഒറ്റ ഒരാളാ അവളുടെ മനസ്സ് മാറ്റി ഞങ്ങളിൽ നിന്ന് അകറ്റിയത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ആദ്യം കെട്ടാൻ പോകുന്ന പെണ്ണ പൂജ. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഷാനു നമ്മളോട് പറഞ്ഞത്. നിങ്ങളെ ചെക്കെ പൂജനെ കെട്ടാൻ ആലോചിക്കുന്നല്ലേ ഉള്ളൂ. ഇവിടെ ഒരുത്തെ ഓക്ക് വേണ്ടി താലി വരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഫാത്തിമ, ഈ ആ താലി ഒന്നെടുത്ത് കാണിച്ചു നോക്കൂ. സാറ് കാണട്ടെ. അല്ല, ഇതെങ്ങനെ തെളിവാവും? 1 ഗ്രാം പൊന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും താലി ഉണ്ടാക്കാമല്ലോ. ആർക്ക് വേണമെങ്കിലും താലി ഉണ്ടാക്കാം സാർ. പക്ഷേ എന്റെ മോൻ ഷാനുവിന് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അവൻ ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചതല്ല. അവൻ അവളെ അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഒത്തിരി തവണ അവരുടെ സ്നേഹം അടുത്തു നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല സാർ. ഒന്നുകിൽ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക, അല്ലെങ്കിൽ ശരിക്കും നിങ്ങളെ അവർ പറഞ്ഞു പറ്റിക്കുക. സാറ് വിശദമായി ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും ഞാൻ പറയുന്നത് സത്യമാണോ എന്ന്. പൂജ ഷാനുവിന്റെ പെണ്ണായിരുന്നു സാർ. അവരൊരുമിച്ച് ഹൈറേഞ്ചിലേക്ക് ഒളിച്ചോടാനിരുന്ന രാത്രിയില അവനും കൂട്ടുകാരൻ സബാനും ആ ആക്സിഡന്റിൽ മരിച്ചത്. ഈ കടലമ്മയാണ് സത്യം. എന്താ ദത്തേട്ടാ? അവരോടെ ആദ്യം പൂജ. എന്താ ആദി? ആ കടപ്പുറത്തുകാരുമായിട്ട് തനിക്കെന്താ ബന്ധം? ഒരു ബന്ധമില്ല. അതിന് നിന്നോടാരെങ്കിലും ചോദിച്ചോ? പൂജ പറയട്ടെ. എനിക്കൊരു ബന്ധമില്ല. എന്നിട്ട് അവര് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. ഞാൻ അവരെ കണ്ടിട്ടാ വരുന്നേ. ഷാനുവിന്റെ ഉമ്മയും ഇളയപ്പയും. അവിശ്വസനീയമാണെങ്കിലും അവരെന്നോട് കുറച്ച് കഥകൾ പറഞ്ഞു. പൂജയും ഷാനുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് ഒളിച്ചോടാനിരുന്ന ആ രാത്രിയിലാണ് ആക്സിഡന്റ് ഉണ്ടായെന്ന്. പൂജ, എനിക്ക് നേരെ അറിയണം. പൂജ അത് പറഞ്ഞേ പറ്റൂ. പൂജ തന്നെ പറയണമെന്ന് നിർബന്ധമാണോ? ഞാൻ പറഞ്ഞു തന്നാലും പോരെ? കേട്ടതെല്ലാം പച്ചക്കള്ളവാ. ഞാനിപ്പോ വരുന്നത് പൂജയുടെ അമ്മയെ കണ്ടിട്ടാ. എല്ലാ സത്യങ്ങളും മായ എന്നോട് തുറന്നു പറഞ്ഞു. എന്ത് സത്യങ്ങള്? കണ്ടതും കേട്ടതും എല്ലാം കള്ളക്കഥകളാണെന്ന്. എല്ലാത്തിന്റെയും പിന്നിൽ പൂജയുടെ അമ്മാവൻ സ്വാമിനാഥനാ. എന്തിന്?
എന്തിനാ അയാളത് ചെയ്യണം? പൂജയും അയാളുടെ മകനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചപ്പോഴാണ് ഇവർ ഒളിച്ചോടിപ്പോയത്. പിന്നെ അയാൾക്കത് സഹിക്കുവോ? ഈ വന്നുപോയ നാടകക്കാരെയൊക്കെ അയാള് പറഞ്ഞയച്ചതാ. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ആദിയും പൂജയും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം കഴിക്കും. ആദി, ആദി, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചി? ഈ വിവാഹം നടക്കാൻ പാടില്ല. ഞാനും ഗോമതി ചേച്ചിയും കൂടി ആ ജോൾസിനെ കാണാൻ പോയിരുന്നു. ഈ വിവാഹം നടന്ന ദോഷാണെന്നാ അയാൾ പറയുന്നത്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് മുത്തശ്ശി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ മോനെ? നിനക്ക് പൂജയോടുള്ള സ്നേഹം ചേച്ചിക്കറിയാം. പിരിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മോനെ, ഈ വിവാഹം നടന്ന അത് നിനക്ക് മാത്രമല്ല പൂജയ്ക്കും ദോഷ. വെറുതെ എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നത്? നിന്നെ അപകടത്തിലേക്ക് തള്ളിവിടാൻ ചേച്ചിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. നീ എന്തൊന്നും മിണ്ടത്തെ? നിന്റെ മനസ്സിൽ എന്താ? എടാ, ചേച്ചി പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചേച്ചി, മുത്തശ്ശിയുടെ കാര്യം നീ എനിക്ക് വിട്ടേക്ക്. എനിക്കറിയേണ്ടത് നിന്റെ അഭിപ്രായമാ. നീ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഒരുക്കണോ? എന്താടാ നീയൊന്നും മിണ്ടാത്തെ? ജീവനേക്കാൾ വലുതാണോ നിനക്ക് പ്രേമം? ശരി, ചേച്ചി പറയുന്ന പോലെ അനുസരിക്കാം. എങ്കിൽ നീ ഇനി ഒന്നും അറിയണ്ട. ഈ വിവാഹം പൊളിച്ചു തരുന്ന കാര്യം ചേച്ചി ഏറ്റു. നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. വാക്കല്ലേ? വാക്ക്.